പ്രഭാഷകൻ 38 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വൈദ്യനും രോഗശാന്തിയും. വൈദ്യരെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതത്തിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ഭൂമിയിലുള്ളവൻ അവയെ അവഗണിക്കുന്നില്ല. അവിടുന്ന് വെള്ളത്തെ ഒരു കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ല. ഇല്ലേ, മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവർ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തെറ്റി നേരായ മാർഗത്തിലേക്ക് തിരിയുക. ഹൃദയത്തിൽ നിന്ന് പാവം കഴുകിക്കളയുകയും ചെയ്യുക. സുഭരണ ബലിയിലും സ്മരണാംശമായ നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവനാണ് ദൈവസഹായം തേടേണ്ടി വരും. മരിച്ചവരെ ഓർത്ത് വിലാപം. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർത്ഥമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനപൂർണ്ണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതകൾക്ക് അനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ക്ഷമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അതീതമാകരുത്. ജീവിതം എന്താ ഓർത്തതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയെ അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. ജോലിയും ജ്ഞാനവും. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനനാകും? അവൻ ഉഴലി ചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുകുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകൽ അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണി തീർക്കുന്നതിലും അവൻ മനസ്സിരുത്തുന്നു. ഉലയുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടെ മടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കൂടെ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്ര തിരിച്ച് ജോലി ചെയ്യുന്ന കുശുവനും അങ്ങനെ തന്നെ. അവൻ സർവ്വത കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണ്ണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണ് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരുവിരുദ്ധനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താങ്കളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാവാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതോ താമസിക്കുന്നതോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായസ്ഥാനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവനം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്തവാക്യങ്ങൾ അവർ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.